ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ലീഗൽ സർവീസ് അതോറിറ്റി. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം എന്ന വിഷയത്തിലൂന്നിയുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് ഈ പരിപാടിയിൽ സൗജന്യ നിയമസഹായവുമായി ബന്ധപ്പെട്ട കൂടുതൽ പദ്ധതികളെക്കുറിച്ച് കേൾക്കാം. സംസാരിക്കുന്നു അഡ്വക്കേറ്റ് നിഷ എൻ ബാസി, ലീഗൽ കൗൺസിലർ, വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം, വയനാട്. നമസ്കാരം. വൻ സാധ്യതകളാണ് സൗജന്യ നിയമസഹായം വഴി ആളുകൾക്ക് ലഭിക്കുന്നത്. കേസുകളിൽ പെടുന്ന സാധാരണക്കാർക്ക് പൈസ മുടക്കില്ലാതെ തന്നെ കൃത്യമായി വാദിക്കാൻ വക്കീലിനെ കൊടുക്കുന്നു. ഒപ്പം വിവിധങ്ങളായ പദ്ധതികളും നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം എത്രത്തോളം ജനങ്ങളിലെത്തി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് കാര്യമായിക്കോട്ടെ, ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പരാതി ഞങ്ങളത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നേണ്ട ഒരു ഭാഗം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്രത്തോളം ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്താറുണ്ട്, ഒപ്പം നമുക്ക് എവിടെ തുടങ്ങണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയ നല്ലതാണ്. ഒരു കേസ് ഉണ്ടാവുന്നു, അവർക്ക് വക്കീലിനെ വെക്കാനുള്ള കാശില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷെ അവർക്ക് എങ്ങനെ ലീഗൽ സർവീസ് അതോറിറ്റിയെ ബന്ധപ്പെടാം, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം ലഭിക്കുക, ഒപ്പം തുടർന്നുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും പറയാം. DLSA നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. DLSA അല്ല, നെൽസ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ 1987 ആക്ട് പ്രകാരമാണ് നമ്മൾ 90കളൊക്കെ ആയപ്പോഴേക്കും ഇത് ശക്തമായിട്ട് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ധാരാളം ഇതിന്റെ ഒരു അവബോധം, അവയർനെസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും കുറെ ഉൾനാടുകളിലുള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞരാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രോതാക്കളോടാണ്, നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. അതായത് നമുക്കൊരു നിയമവിഷയം, നിയമപരമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു അവകാശത്തിൽ മറ്റൊരാൾ കടന്നു കയറുക, അല്ലെങ്കിൽ നമുക്കൊരു നിയമവിഷയം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോവേണ്ട ഒരു വിഷയം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ജില്ലയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. താലൂക്കുകളിൽ നമുക്ക് TLSA എന്ന് പറഞ്ഞ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കോടതികളോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. അപ്പം ഒന്നുകിൽ നമുക്ക് മജിസ്ട്രേറ്റ് കോടതികളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു TLSAയുടെ വൈത്തിരിയിലുണ്ട്, മാനന്തവാടിയിലുണ്ട്, ബത്തേരിയിലുണ്ട്. കോടതികളിൽ ഇതിനകത്തൊരു പ്രത്യേക സംവിധാനവും ഒരു പ്രത്യേക വിങ്ങും ഉണ്ട്. അപ്പം അതിന്റെ ഓഫീസ് കോടതികളിലാണ് പ്രവർത്തിക്കുക. ഇനി ജില്ലയിലാണെങ്കിൽ, ജില്ലാ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് കൽപ്പറ്റ കോടതിയിലേക്ക് കടന്നു വന്നാൽ DLSAയുടെ വലിയൊരു കെട്ടിടവും അതിന്റെ അകത്ത് ഇതുപോലെയുള്ള ഈ ജില്ലയിൽ ഇതിന്റെ ചാർജ് ഒരു സബ് ജഡ്ജിനായിരിക്കും. ജഡ്ജാണ് ഇതിന്റെ ജില്ലാ ഇൻചാർജിൽ വരുന്ന ആള്. അതുപോലെ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കെൽസയിലാണെങ്കിൽ അതേപോലെ ഒരു ജില്ലാ ജഡ്ജിന് തുല്യ യോഗ്യതയുള്ള ഒരു ജഡ്ജായിരിക്കും. അപ്പോൾ ഈ വയനാട്ടില് നമുക്ക് DLSAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൽപ്പറ്റ കോടതിയിലാണ്. കോടതി കോംപ്ലക്സ് അറിയാമല്ലോ, നമ്മുടെ സിവിൽ സ്റ്റേഷനിലുണ്ട്. അതിനകത്ത് ഈ DLSAക്ക് വലിയ ഓഫീസും അതിന്റെ അകത്ത് സ്റ്റാഫും ഒക്കെ ഉണ്ട്. നമ്മുടെ സബ് ജഡ്ജിന്റെ ഗ്രേഡിലുള്ള ഒരു ജഡ്ജാണ് അതിന്റെ ജില്ലാ ചാർജ്. ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലാ ജഡ്ജാണ്. പക്ഷെ DLSA ഓഫീസിന് നിങ്ങൾക്ക് സബ് ജഡ്ജിന്റെ ഗ്രേഡിലുള്ള ഒരു ജഡ്ജാണ് ഇൻചാർജ് ആയിട്ടുള്ളത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന് കീഴിൽ അവിടെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ വക്കീലന്മാരുണ്ട്, മറ്റു സ്റ്റാഫുകളുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന പരാതി അവിടെ രേഖയാക്കി അതിന് നിങ്ങൾക്ക് വേണ്ട സഹായം പാനലിൽ നിന്ന് ഒരു വക്കീലിനെ വെച്ച് തരിക. നിങ്ങളുടെ വരുന്ന സ്റ്റേജിൽ നമ്മുടെ സംശയങ്ങൾ പറഞ്ഞു തരാൻ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഇത്തരം സംവിധാനങ്ങളൊക്കെ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളാണ് നമ്മൾ നടത്താറുള്ളത്?
നമ്മൾ ഇതിന്റെ അവയർനെസ് ജനങ്ങളിലേക്ക് ഇതിന്റെ അവബോധം വളർത്തുന്നതിനായിട്ട് നിരവധി ക്ലാസ്സുകളും പിന്നെ അതുപോലെ പരിപാടികളും ഒക്കെ ഈ ഒരു 3-4 വർഷം മുമ്പ് നമ്മൾ ഇഞ്ച എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിരുന്നു DLSAയുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിനായിട്ട്. അത് അങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണിക്കുക, അതിന്റെ ബ്രോഷേഴ്സ് വിതരണം ചെയ്യുക, ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, ഈ പാനൽ ലോയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ പാനൽ ലോയേഴ്സിന്റെ ഉത്തരവാദിത്വം കേസ് നടത്തുക മാത്രമല്ല വിവിധ ഏരിയകളിൽ DLSA ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ഉൾനാടുകളിലേക്ക്, അതായത് സ്കൂളുകളിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടങ്ങളായിട്ടുള്ള ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ അങ്ങനെ ഇങ്ങനെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ ഈ പാനൽ ലോയേഴ്സിന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇത്ര ദിവസം, ഞാനും ഈ പാനലിൽ ഒരു വക്കീലാണ്, ഇത്ര ദിവസം നമുക്ക് ഇന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കണം എന്ന് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്, പോക്സോ ആക്ട് ഉണ്ട്, കുഞ്ഞുങ്ങളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമമുണ്ട്, സ്ത്രീകൾക്ക് നിരവധി സംരക്ഷണ നിയമങ്ങൾ വേറെയുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്, അസന്മാർഗിക വ്യാപാരം തടയാനുള്ള നിയമം, തൊഴിൽ സ്ഥലത്തെ പീഡനങ്ങൾ തടയുന്നതിനുള്ള നിയമം, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓരോരോ ഹെഡുകളിലായിട്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും അവർക്ക് അവബോധം വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മുടെ ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. നമ്മൾ എത്ര എടുത്താലും അതൊന്നും പര്യാപ്തമല്ലാത്ത ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും നമുക്ക് ഇത്രയും വലിയ മഹത്തായ ഒരു സംവിധാനം എന്ന് തന്നെ പറയാം. അതായത് അതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വീക്കർ സെക്ടർ ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, ലീഗൽ എയ്ഡ് വീക്കർ സെക്ടറിലുള്ള ആളുകൾക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഈ മഹത്തായ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിന് കീഴിലുള്ള ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ആ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ട് അത്രത്തോളം അത് സാധാരണക്കാരിലേക്ക് ഇപ്പോഴും എത്തിച്ചെല്ലുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനിയും കൂടുതൽ അവയർനെസ് വേണം. നമ്മളിത് ചെയ്തു വരുന്നുണ്ട്. അതിലാണ് ഇനി തുടർ നടപടികളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നത്. അടുത്തത് നമുക്ക് ലോക് അദാലത്തുകളെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു. എന്താണ് ലോക് അദാലത്തുകൾ, എങ്ങനെ സംഘടിപ്പിക്കുന്നു, ഈ ലോക് അദാലത്തുകളുടെ ഒരു സവിശേഷത എന്താണ്? അതായത് നമ്മൾക്കിപ്പോ കോടതിയിൽ കേസുകൾ നടക്കുന്ന കേസുകളാണെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന കേസുകളാണെങ്കിലും ഒക്കെ ശനിയാഴ്ചകൾ, 2 ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ അതുപോലെ ഇടവേളകളിലും നമുക്ക് ലോക് അദാലത്തുകൾ അവിടെ DLSAയുടെ കീഴിൽ നടത്താറുണ്ട്. അതായത് അതിൽ നമുക്ക് കോടതിയുടെ ഒരു സങ്കീർണതകളില്ലാതെ, ഇപ്പൊ കോടതിയിൽ കേസ് നടത്തുമ്പോൾ നമുക്കറിയാലോ അതിന്റെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോയിട്ടുള്ളൂ. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലീഗൽ സങ്കീർണതകൾ ധാരാളമുണ്ട് കോടതിയിൽ കേസ് നടത്തുമ്പോൾ. സൗജന്യ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക് അദാലത്തുകളിലേക്ക് ഇപ്പൊ നമ്മൾ കോടതിയിൽ നടക്കുന്ന ഒരു കേസ് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം ലോക് അദാലത്തിലേക്ക്. പറഞ്ഞു തീർത്താൽ തീരുന്ന കേസാണ് എന്നാൽ ലോക് അദാലത്തിലേക്ക് വയ്ക്കാം. അല്ലെങ്കിൽ DLSAയിൽ നേരിട്ട് വരുന്ന കേസുകൾ ഒരു ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാം എന്ന് ബോധ്യമുള്ളത് നമ്മൾ ഈ ലോക് അദാലത്തിലേക്ക് വെക്കും. അങ്ങനെയുള്ള കേസുകളിൽ 2 കൂട്ടരും പരസ്പരം മുഖാമുഖം ഇരുന്ന് ഒരു ജഡ്ജിന്റെയും 2 വക്കീലന്മാരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കും. അപ്പൊ നമുക്ക് അവർക്ക് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ കേസ് കൊണ്ട് പോയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൽ നിങ്ങൾക്ക് പരമാവധി കിട്ടാവുന്നത് ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ 2 കൂട്ടരും ഇത്ര സമയം ചെലവുണ്ട്, ഇത്ര സമയം പിടിക്കും കോടതികളിലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ 2 കൂട്ടരും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഇന്ന ഗുണം 2 കൂട്ടർക്കും ഉണ്ടാകും എന്ന് പരസ്പരം പറഞ്ഞ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ പല കേസുകളിൽ അവരതിലേക്ക് വരികയും അത് രമ്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെറുതെ നമ്മൾ നാട്ടുപഞ്ചായത്ത് പറഞ്ഞ പോലെ പറഞ്ഞു തീർക്കല്ല, അത് അവിടെ വെച്ച് തന്നെ ഒരു അവാർഡ്, ഒരു ഓർഡർ ആക്കുകയാണ്. കോടതിയുടെ ഓർഡറിന്റെ അതെ തീർപ്പാക്കുകയാണ്. കോടതിയുടെ ഓർഡറിന്റെ അതേ, ഇപ്പൊ നമ്മള് കേസ് നടത്തി ഫൈനൽ നമുക്ക് കോടതിയിൽ നിന്ന് എന്ത് ജഡ്ജ്മെന്റ് ആണോ കിട്ടാനുള്ള അതിന്റെ അതേ അതോറിറ്റിയിൽ അത്രയും അംഗീകാരമുള്ള ഒരു ഓർഡർ തന്നെയാണ് ജഡ്ജാണ് പാസ്സാക്കുന്നത്. ഒരു ഓർഡറായിട്ട് നമുക്ക് കയ്യിൽ തരും. അതിന് അപ്പീലില്ല. അങ്ങനെ ലോക് അദാലത്തിൽ തീർക്കുന്ന കാര്യത്തിന്റെ മറ്റൊരു പ്രത്യേകത അതാണ്. പിന്നീട് അത് കേസായിട്ട് പോകാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് 2 കൂട്ടർക്കും ഇപ്പോൾ അദാലത്തുകളിൽ ഒരു കേസ് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൽ ഒരാളും തോൽക്കുന്നില്ല. ഇരു വിഭാഗവും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പറഞ്ഞ് അവർക്ക് 2 പേർക്കും സമ്മതിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെ 2 കൂട്ടർ ശരിക്കും ജയിക്കുകയാണ്. അവർക്ക് ഓർഡറും കോടതിയിൽ നിന്ന് കിട്ടും, സമയം ലാഭം, മറ്റു കാര്യങ്ങളെല്ലാം ലാഭം. അങ്ങനെ തീർക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ലോക് അദാലത്ത്. നമുക്ക് അധികം കേട്ടു പരിചയമില്ലാത്ത 3 വാക്കുകളുണ്ട്. 1 സമയം, 2 ഹാർമണി, 3 ക്ലാപ്പ്. ഈ 3 വാക്കുകൾക്ക് പിന്നിൽ വലിയ സാധ്യതയുള്ള ആകർഷണീയമായ പദ്ധതികളുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് സംസാരിക്കാം.
DLSAക്ക് കീഴിൽ നമ്മൾ ഈ മൊത്തത്തിൽ നമ്മളിപ്പോ പറഞ്ഞു പാനൽ വക്കീലന്മാരുണ്ട്, കേസ് നടത്താൻ. ഇത് കൂടാതെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് 2-3 സ്കീമുകൾ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഒരു സ്കീമിന്റെ പേര് സമയം എന്നാണ്, മറ്റൊന്ന് ഹാർമണി ഹബ്ബ്, പിന്നെ ഒന്ന് ക്ലാപ്പ്. അതായത് സമയം എന്ന് പറഞ്ഞ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് DLSAയിൽ വരുന്ന കേസുകൾ അല്ലാതെ തന്നെ ഇപ്പൊ നമ്മള് പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെടുന്ന കേസുകളുണ്ടല്ലോ. ഒരു ചെറിയ ഇഷ്യൂസ് വന്ന ഇപ്പൊ ആളുകളെല്ലാവരും നമുക്കിപ്പോ ഈ DLSAയോ അല്ലെങ്കിൽ TLSAയെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അവയർനെസ് അധികം ഇല്ല, കൂടുതൽ അറിയുന്നില്ല ഈ സിസ്റ്റത്തിനെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? എന്ത് കേസ് വന്നാലും പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ അങ്ങനെയാ ചെയ്യുക. ഉടനെ പോലീസ് അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കേസുകളിൽ സിവിൽ കേസുകളൊന്നുമില്ല, ക്രിമിനൽ കേസുകളൊന്നുമില്ല, ഗാർഹിക പീഡനമൊന്നുമില്ല, കുട്ടികളെ പീഡിപ്പിക്കുന്നതില്ല. എല്ലാ കേസുകളും ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുചെല്ലുക. അവർക്ക് അവിടെ തീർക്കാൻ പറ്റാത്ത പല കേസുകളും ഉണ്ടാവും. അതായത് അതിർത്തി തർക്കങ്ങൾ, അല്ലെങ്കിൽ പിന്നെ സിവിൽ കേസുകൾ, പ്രോപ്പർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ അവർക്ക് അവിടെ തീർക്കാൻ പറ്റാത്ത കേസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസുകൾ അവിടെ വെച്ച് നിന്ന് പോവുകയാണ് സാധാരണ. പലപ്പോഴും മുൻകാലങ്ങളിൽ എന്താ പറയാ, പോലീസ് എന്താ പറയാ, ഇത് സിവിൽ കേസാണ്, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിലേക്ക് പൊയ്ക്കോളൂ. അപ്പൊ ആ കേസ് അവിടെ പെൻഡിങ് ആയി, ആളുകൾ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ അവർ വലിയ പൈസ കൊടുത്ത് വക്കീലിനെ വെച്ച് കോടതിയിൽ പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്താ, അവിടെ ആ കേസ് തീർന്നു പോവുകയാണ്. അതായത് പോലീസിന് വരുന്ന ആ കേസിന് ഒരു തീർപ്പാകാതെ ഇടയ്ക്ക് വെച്ച് അവർക്ക് നിർത്തേണ്ടി വരിക, കൈ ഒഴിയേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സമയം സ്കീം DLSAയിൽ തുടങ്ങിയതിന് ശേഷം ഈ സമയം സ്കീമിനും ഒരു പാനൽ വക്കീലന്മാരുണ്ടാവും. 10 വക്കീലന്മാരാണ് ഓരോ പാനലിലും ഉള്ളത്. അതിലും നല്ല സീനിയർ ആയിട്ടുള്ള വക്കീലന്മാരെയാണ് വെക്കുക. അപ്പോ ഈ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസുകൾ, പ്രോപ്പർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ, സിവിൽ തർക്കങ്ങൾ, അങ്ങനത്തെ കേസുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ഈ DLSAയിലേക്ക് റെഫർ ചെയ്യുകയും ഇവിടെ നമ്മൾ വക്കീലന്മാർ ഇരുന്നിട്ട് അവർക്ക് സഹായം കൊടുക്കുകയും അവർക്ക് ഒരു കൃത്യമായ ഒരു ദിവസം കൊടുക്കും, ഇന്ന ദിവസം ഇത്ര സമയം, ആ സമയത്ത് അവർ വരണം. അപ്പൊ അവർക്ക് വേണ്ടി ഒരു വക്കീൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത് ഡീൽ ചെയ്ത് അത് ഇനി അഥവാ അവര് രണ്ടു കൂട്ടരെയും ആദ്യം നമ്മളൊരു മധ്യസ്ഥ ശ്രമമാണ് നോക്കുക എല്ലാ കേസിലും കേട്ടോ. DLSAയിൽ വരുന്നതിൽ ഇരു വിഭാഗങ്ങളെയും വിളിച്ചൊരു മധ്യസ്ഥ ശ്രമം നോക്കിയതിന് ശേഷമേ കോടതിയിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പൊ അവര് തീരുന്നില്ലെങ്കിൽ അവിടുന്ന് തന്നെ ഈ സിവിൽ കേസാണെങ്കിൽ സിവിൽ വക്കീലന്മാരെ ഏൽപ്പിക്കുക, മറ്റു തരത്തിൽ സഹായമാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതാണ് സമയം സ്കീം. പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കാൻ പറ്റാത്ത കേസുകൾ DLSAയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് വിടുകയും DLSAയിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി നമ്മൾ അതിന്റെ പരിഹാരം കൊടുക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് ഹാർമണി ഹബ്ബ് എന്ന് പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളിൽ ഉള്ള ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരു സംവിധാനമാണ് ഹാർമണി ഹബ്ബ്. അതില് ഇപ്പൊ നമ്മുടെ കോടതികളിൽ നടന്നു വരുന്ന കേസാണെങ്കിലും ഫാമിലി കുടുംബ കോടതികളിലും അല്ലെങ്കിൽ നമ്മൾ മറ്റ് മജിസ്ട്രേറ്റ് കോടതികളിലാണ് ഗാർഹിക പീഡനത്തിന്റെ പരാതികൾ ഉണ്ടാവുക. അങ്ങനത്തെ കോടതികളിൽ നടന്നു വരുന്ന പരാതികളാണെങ്കിൽ ഈ ഹാർമണി ഹബ്ബിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അവിടെ മീഡിയേഷൻ നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് നമ്മൾ അതിൽ ഇടപെടേണ്ടത്, കുട്ടികളുടെ കസ്റ്റഡി കേസുകളിൽ ഒക്കെ ഇടപെട്ട് സംസാരിക്കാനും തീർക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഹാർമണി ഹബ്ബ് എന്ന് പറയുന്നത്. ഇനി ക്ലാപ്പ് എന്ന് പറയുന്ന സംവിധാനം തികച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ചിൽഡ്രന് വേണ്ടി. അതായത് കുട്ടികളുടെ കസ്റ്റഡി കേസുകളൊക്കെ ഉണ്ടാവും. അതായത് ഒരു കുട്ടിയുടെ സംരക്ഷണ അവകാശം അമ്മയ്ക്കാണോ അച്ഛനാണോ എന്ന് പറഞ്ഞ് വഴക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾ കോടതിയിൽ കുട്ടി എനിക്കിടെ സംരക്ഷണ അവകാശം എനിക്ക് തരണം അല്ലെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കേസുണ്ടല്ലോ, അതാണ് നമ്മൾ കസ്റ്റഡി കേസ് എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള കേസുകൾ നടക്കുമ്പോൾ ക്ലാപ്പിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ ക്ലാപ്പിലെ വക്കീലന്മാർ ആ കുട്ടികളെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ആ കുഞ്ഞിനെ പഠിച്ച്, അതായത് നിയമത്തിന്റെ നൂലാമാലകളിൽ കുട്ടിയെ കഷ്ടപ്പെടുത്താതെ കുട്ടിയുടെ വെൽഫെയർ എന്താണ്, കുട്ടിയെ അറിയുക, കുട്ടിക്ക് വേണ്ട അതിനോട് ഇന്ററാക്ട് ചെയ്തിട്ട് കുട്ടിയുടെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് എന്താണ് താല്പര്യമെന്ന് കോടതിയെ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനമാണ് ക്ലാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം DLSAയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനം. വളരെയധികം നന്ദി. സൗജന്യ നിയമസഹായവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും വളരെ ഭംഗിയായി വിശദീകരിച്ചു തന്നതിന് ശ്രോതാക്കളുടെ പേരിലും റേഡിയോ മാറ്റിലിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസഹായം ആർക്കൊക്കെ? ഈ പരിപാടിയിൽ സംസാരിച്ചത് അഡ്വക്കേറ്റ് നിഷ എൻ ബാസി, ലീഗൽ കൗൺസിലർ, വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം, വയനാട്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. വ്യത്യസ്തരായ മനുഷ്യരുടെ സമൂഹത്തിലെ ഇടപാടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയേക്കാം. പക്ഷേ അത് രമ്യമായി പരിഹരിക്കുന്നതിന് നിലവിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഏതറ്റം വരെയും പോയി നീതി നടപ്പാക്കി കൊടുക്കാൻ സൗജന്യമായ സർക്കാർ സംവിധാനങ്ങളുണ്ട്. വിവിധ വകുപ്പുകളുണ്ട്.
നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ ഊഷ്മളമുള്ളതാകട്ടെ. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ. ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നന്ദി, ആശംസകൾ. ഈ വിഷയത്തിലുള്ള പരിപാടിയുടെ അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വകുപ്പിലെ സേവനങ്ങളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.